ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് റിയൽമി നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോണാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നാർസോ 70 എന്നുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഒരു അൺബോക്സിങ്ങും ഒരു ചെറിയ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നമ്മൾ ആദ്യം ബോക്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബോക്സിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു QR കോഡ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇത് നിങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്താൽ നമുക്ക് ഒരു 6 മാസത്തേക്കുള്ള എക്സ്റ്റെൻഡഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്നത് 6GB RAM 128GB ഇന്റേണൽ വെർഷനാണ്. ഇപ്പം ഈ ഒരു വെർഷൻ എനിക്ക് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 13,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. പ്ലസ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് 400 രൂപയുടെ എക്സ്ട്രാ ഓഫും കൂടി ലഭിച്ചിട്ടുണ്ട്. അപ്പം 12,600 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഈ ഒരു ഫോൺ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ബോക്സ് കണ്ടൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നെ ഫോൺ കേസ് വരുന്നുണ്ട്. കേസ് അത്യാവശ്യം തരക്കേടില്ലാത്ത ക്വാളിറ്റിയിൽ വരുന്ന ഒരു കേസാണ്. ഒരു ആവറേജ് ക്വാളിറ്റി എന്ന് പറയാം. ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കേസാണ് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്ടർ ടൂൾ ഇതിൽ വരുന്നുണ്ട്. ഡോക്യുമെന്റേഷൻസ് വരുന്നുണ്ട്. പിന്നെ ചാർജർ വരുന്നുണ്ട്. 45 വാട്ടിന്റെ ചാർജറാണ് ഇതിൽ വരുന്നത്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ടൈപ്പ് സി ചാർജിങ് കേബിളും ഇതിൽ വരുന്നുണ്ട്. അപ്പം ഫോണിന്റെ ബോക്സിൽ ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കേസും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇനി നമ്മൾ ഫോണിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ ഒരു ഡിസൈനാണ് വരുന്നത്. ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒരു കളറിലാണ് വരുന്നത്. അപ്പം ഈ ഒരു കളറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഡ്യുവൽ ടോൺ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിൽ ഒരു ഡിസൈനും താഴെ വേറെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. വലിയൊരു ക്യാമറ മോഡ്യൂളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ വലിയ ക്യാമറ മോഡ്യൂളൊക്കെയാണ്, ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടോളണം എന്നില്ല. എന്തായാലും എനിക്ക് ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബോക്സി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഫ്ലാറ്റ് ആയിട്ടുള്ള എഡ്ജസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ടൈപ്പ് ഡിസൈനാണ് ഇതിൽ വരുന്നത്. പിന്നെ പോർട്സും ബട്ടൺസിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു മൈക്ക് മുകളിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഒരു മൈക്രോഫോൺ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാനുള്ള ബട്ടൺ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ഫിംഗർ പ്രിന്റ് വരുന്നത് അമോലെഡ് ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്പീക്കർ ഗ്രില്ല് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജിംഗ് പോർട്ട് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ സിം കാർഡ് സ്ലോട്ടും ഇവിടെ വരുന്നുണ്ട്. ഇതിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിമ്മേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മൈക്രോഫോണും ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ വെയിറ്റ് വരുന്നത് 188 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8mm ആണ്. അപ്പം അധികം വെയിറ്റ് ഒന്നുമില്ല, അതുപോലെ തന്നെ അധികം തിക്നെസ്സും ഇല്ല. അപ്പം ഈ ഒരു ഫോം ഫാക്ടർ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഫോണിൽ IP54 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫോണിന്റെ മുകളിൽ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. റെയിൻ വാട്ടർ സ്മാർട്ട് ടച്ച് എന്നുള്ള ഒരു ഫീച്ചർ വരുന്നുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിൽ 2 കൊല്ലത്തെ OS അപ്ഡേറ്റും അതുപോലെ തന്നെ 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ സോഫ്റ്റ്വെയർ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ സ്മൂത്ത് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ അത്യാവശ്യം ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് കുറേ റിയൽമിയുടെ ഒക്കെ ആപ്സുകൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സ്, ഫേസ്ബുക്ക്, ആമസോൺ, സ്നാപ്ചാറ്റ് ഇങ്ങനെ കുറേ ബ്ലോട്ട് വേസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം ബ്ലോട്ട് വേസുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. പിന്നെ ഈ ആപ്പുകളൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്താണ്. ബാക്കി പല ആപ്പുകളും ഇതിൽ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയറിൽ പരസ്യം വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ചില ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റാളേഷൻ്റെ ഇത് കാണിക്കുമ്പോൾ പരസ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഫോൺ നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇപ്പോൾ ഫോൺ സെറ്റ് ചെയ്യുന്ന സമയത്ത് പലതും ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആപ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ബ്ലോട്ട് വേസ് ആയിട്ട് കിടക്കുന്നതായിരിക്കും. ഇപ്പം അതൊന്നും ഇല്ലാതെയാണ് ഇത്രയും ബ്ലോട്ട് വേസ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് പല ഫോണുകളെയും പോലെയല്ല ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു പൊസിഷൻ വലിയ കുഴപ്പമില്ലാത്ത പൊസിഷനാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ അമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണുകളിൽ ഇപ്പം നമുക്ക് അധികം അമോലെഡ് ഡിസ്പ്ലേ കിട്ടാറില്ല. ഇനി അമോലെഡ് ഡിസ്പ്ലേ ഉണ്ടെങ്കിലും സാംസങ്ങിൻ്റെ ഒക്കെ ചില ഫോണുകളിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചൊക്കെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ പഞ്ചോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്, അമോലെഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ തന്നെ അമോലെഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഇതിൽ ഓപ്ഷനിൽ ഈ ഒരു ഫോണാണ് വരുന്നത്. അപ്പം ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ബാക്കി ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കളേഴ്സൊക്കെ പോപ്പ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ട്, പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മിനി ക്യാപ്സ്യൂൾ എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് iPhone 15 സീരീസിൽ ഇതുപോലെ ആയിരിക്കും നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇനി ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം മികച്ച ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നമുക്ക് HDR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിൽ ക്വാളിറ്റി കാണിക്കുന്നത് 4K 60 FPS HDR ആണ്. വലിയ ഇഷ്യൂസ് ഒന്നുമില്ല, സ്മൂത്ത് ആയിട്ട് തന്നെ പ്ലേ ആവുന്നുണ്ട്. പല ഫോണുകളെയും പോലെ ആ ഒരു സ്മൂത്ത്നെസ് പോകുന്ന പ്രശ്നമൊന്നുമില്ല. സ്മൂത്ത് ആയിട്ട് തന്നെ 4K HDR വീഡിയോ പ്ലേ ബാക്ക് ഇതിൽ സപ്പോർട്ട് ആവുന്നുണ്ട്. ഈവൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്ര സ്മൂത്ത് ആയിട്ട് പ്ലേ ചെയ്തിട്ടില്ലെങ്കിലും അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് പറയാനും പറ്റില്ല. പിന്നെ LCD ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലാക്സ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടും വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ് 2000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. അപ്പം പുറത്ത് നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റു ഫോണുകളെക്കാളും ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിക്കും. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഇതിൽ വരുന്നുണ്ട്. അമോലെഡ് ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റും പഞ്ചോൾ ഡിസൈനും ഒക്കെ വരുന്നുണ്ട്. പിന്നെ യൂട്യൂബ് വീഡിയോ പ്ലേ ബാക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മൾട്ടിമീഡിയ കൺസംഷനിൽ പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സ്പീക്കേഴ്സ് ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. നമുക്ക് സൗണ്ട് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മൾട്ടിമീഡിയ കൺസംഷനൊക്കെയാണ് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാം. നല്ല ഡിസ്പ്ലേയും നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു 5G സപ്പോർട്ട് ഉണ്ട്. 9ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇന്ത്യയിൽ വരുന്ന മേജർ ആയിട്ടുള്ള എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Wi-Fi 5ന്റെ സപ്പോർട്ടും Bluetooth 5.2ന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ NFC സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ കോൾ ക്വാളിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും എനിക്ക് കാര്യമായിട്ട് ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല കോൾ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. 5G യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. പിന്നെ Wi-Fi കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിലും ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം കണക്ടിവിറ്റിയുടെ കാര്യത്തിലും വലിയ ഇഷ്യൂസ് ഒന്നും എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. ഇപ്പം നമ്മൾ AnTuTu സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഏകദേശം 5,88,000 വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് മികച്ചൊരു സ്കോറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം നല്ലൊരു AnTuTu സ്കോറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. മികച്ച പെർഫോമൻസിന് ഇത് ലഭിക്കുന്നുണ്ട്. ഇനി ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലും മികച്ച പെർഫോമൻസ് തന്നെയാണ് ഇതിൽ വരുന്നത്. ഇപ്പം 89% നമുക്ക് റിസൾട്ട്സിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ 15 മിനിറ്റിന്റെ ടെസ്റ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ എവിടെയും റെഡിലോട്ട് കടന്നിട്ടില്ല, അതായത് പെർഫോമൻസ് ത്രോട്ടിൽ ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പം റെഡിലോട്ട് വന്നിട്ടില്ല എന്ന് മാത്രമല്ല ഈ ഒരു യെല്ലോ ഏരിയയിലോട്ട് പോലും അധികം വന്നിട്ടില്ല. ഓൾമോസ്റ്റ് നമുക്ക് ഗ്രീൻ ആയിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പം ത്രോട്ട്ലിംഗ് ടെസ്റ്റിലും ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സ്റ്റോറേജിന്റെ കാര്യത്തിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നല്ലൊരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും ഇതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചത് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം സ്കോറുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച സ്കോറുകൾ വരുന്നുണ്ട്. ഇനി ഗെയിമിംഗ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ ഞാൻ BGMI അതുപോലെ തന്നെ COD ഇതുപോലുള്ള ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ചൊന്ന് ഗെയിമൊക്കെ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അത്യാവശ്യം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്നല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചത് എന്ന് തന്നെ പറയാം. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് BGMIയിൽ 60 FPS ഗെയിമിംഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ സ്മൂത്തിലാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രീം ഫ്രെയിം റേറ്റ് വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 60 FPS ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബാലൻസ്ഡിലാണെന്നുണ്ടെങ്കിൽ അൾട്രാ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. HDRലാണെന്നുണ്ടെങ്കിലും അൾട്രാ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് 60 FPS സപ്പോർട്ട് കാണാൻ പറ്റും. പിന്നെ ഇതിൽ ഗെയിമിംഗ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഗെയിമൊക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് ഇവിടെ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ ഗെയിം ഫോക്കസ് എന്നുള്ള ഫീച്ചർ ഉണ്ട്. ബാക്കി നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷന്, വോയിസ് ചേഞ്ചർ, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പം അതും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം PUBG കളിച്ചപ്പം അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം വലിയ ലാഗോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഈവൻ COD കളിച്ചപ്പോഴും വലിയ ഇഷ്യൂസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം CODയിലും 60 FPSന്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. CODയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോയിലാണെന്നുണ്ടെങ്കിൽ
മാക്സിമം ഫ്രെയിം റേറ്റിന്റെ സപ്പോർട്ട് വരുന്നുണ്ട്. മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ വെരി ഹൈ ഫ്രെയിം റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈയിലാണെന്നുണ്ടെങ്കിലും വെരി ഹൈ ഫ്രെയിം റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 60 FPS ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് ഇതിൽ കിട്ടുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അപ്പം ഡിസ്പ്ലേ മാത്രമല്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ പെർഫോമൻസ് മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച പെർഫോമൻസ് ഇതിൽ കിട്ടും എന്നൊക്കെ പറയാൻ പറ്റും. ഏറ്റവും മികച്ച ഗെയിമിംഗ് ഫോണാണ് എന്ന് പറയുന്നില്ല, എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ചത് എന്നൊക്കെ തന്നെ പറയാൻ പറ്റിയിട്ടുള്ള പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബോക്സിൽ തന്നെ നമുക്ക് 45 വാട്ടിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് നല്ലൊരു ചാർജിങ് സ്പീഡാണ്. ബാറ്ററിയുടെ കാര്യത്തിലും അത്യാവശ്യം നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഒരു ദിവസമൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ, ഹെവി യൂസർ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി ആകുമ്പോഴത്തേനും വീണ്ടും ചാർജ് ചെയ്യേണ്ടി വന്നേക്കാം. പിന്നെ ചാർജിങ് ടൈമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏകദേശം ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ തന്നെ 50% ചാർജ് ആവുന്നുണ്ട്. ഒരു മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ തന്നെ ആയിട്ട് നമുക്ക് ഇത് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പം ബാറ്ററി സെറ്റപ്പും നല്ലതാണ് എന്ന് പറയാവുന്നതാണ്. ഇനി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കാണുമ്പം 4 ക്യാമറ സെൻസേഴ്സ് ഒക്കെ ഉള്ളത് പോലെ തോന്നും, പക്ഷേ 2 ക്യാമറ സെൻസേഴ്സ് ഇതിൽ കാര്യമായിട്ട് വരുന്നുള്ളൂ. ഇപ്പം ഒരു സെൻസർ എന്ന് പറയുന്നത് 50 മെഗാ ഒരു സെൻസറാണ്. പിന്നെ രണ്ടാമത് 2 മെഗാ ഒരു ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. വലിയ യൂസ് ഒന്നും ഇല്ലാത്തൊരു സെൻസറാണ്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ 16 മെഗാ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. അപ്പം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പം ക്യാമറ സാമ്പിൾസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ അത്യാവശ്യം തിരക്കേടില്ലാതെ ക്യാമറ പെർഫോം ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അത്യാവശ്യം നല്ല ഇമേജസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നോർമലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കളേഴ്സ് കുറച്ചും കൂടി പോപ്പായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഗ്രീൻ കളറൊക്കെ അത്യാവശ്യം ഗ്രീൻ ആയിട്ടും റെഡ് കളറൊക്കെ അത്യാവശ്യം നല്ല റെഡ് ആയിട്ടൊക്കെയാണ് കാണുന്നത്. അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇപ്പം സൺലൈറ്റ് ബാക്കിലുള്ള കണ്ടീഷൻസിലും അത്യാവശ്യം തിരക്കേടില്ലാതെ മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പല ഡിവൈസുകളിലും ഇങ്ങനെ സൺലൈറ്റ് ബാക്കിൽ വരുമ്പോൾ ഫുള്ള് ബ്ലോൺ ഔട്ടായി പോവാറുണ്ട്. ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഫേസൊക്കെ കുറേ രീതിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുനിന്ന് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ വലിയ തിരക്കുള്ള പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ. പക്ഷേ ബാക്ക് ക്യാമറയുടെ കാര്യത്തിൽ പോർട്രേറ്റ് ഫോട്ടോസ് അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം കട്ടൗട്ടൊക്കെ കുറേ മിസ്സാവുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കുറച്ച് ബാക്കിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ. പോർട്രേറ്റ് ഫോട്ടോസ് അത്ര മികച്ചതല്ല. പിന്നെ പോർട്രേറ്റ് ഫോട്ടോസിലൊക്കെ അത്യാവശ്യം നല്ലോണം കളർ പോപ്പ് ചെയ്തിട്ടാണ് കാണുന്നത്. പിന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ എനിക്ക് ഈ ഫോണിലുള്ള ഫോട്ടോസ് അത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള കണ്ടീഷൻസിൽ നമ്മൾ നൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് ഫോട്ടോസ് എടുക്കാറുണ്ട്. ഇപ്പം വേറെ ഫോണുകളിലൊക്കെ നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതിലും നല്ല ഒരു റിസൾട്ട്സ് കിട്ടാറുണ്ട്. പക്ഷേ ഈ ഫോണിൽ വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നൈറ്റ് മോഡ് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്നാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വഴി ചിലപ്പം അവർ ഇത് ഫിക്സ് ചെയ്തേക്കാം. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ലൈറ്റൊക്കെ ഉള്ള കണ്ടീഷൻസിൽ അത്യാവശ്യം തിരക്കുള്ള സെൽഫി ക്യാമറ പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യത്തിലും സെൽഫി ക്യാമറ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളേഴ്സ് അത്യാവശ്യം പോപ്പായിട്ടാണ് വരുന്നത്. പിന്നെ ഇൻഡോർ കണ്ടീഷൻസിൽ സെൽഫി ക്യാമറ ആവറേജ് ആയിട്ടൊക്കെയാണ് പെർഫോം ചെയ്യുന്നത്, വലിയ കുഴപ്പമില്ല എന്ന് പറയാവുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോ ലൈറ്റ് കണ്ടീഷൻസിൽ അത്യാവശ്യം മോശമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. നല്ല ലോ ലൈറ്റ് കണ്ടീഷൻസിലുള്ള കാര്യമാണ് പറയുന്നത്, ചെറിയ ലൈറ്റുള്ള കാര്യത്തിലല്ല, അത്യാവശ്യം നല്ല ലോ ലൈറ്റ് കണ്ടീഷൻസിൽ. പിന്നെ വീഡിയോയുടെ കാര്യത്തിൽ നമ്മൾ ചില വീഡിയോ റിസൾട്ട്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇത് നമ്മൾ റിയൽമി നാർസോ 75G എന്ന സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം വീഡിയോ എനിക്ക് വ്യൂ ഫൈൻഡറിൽ നോക്കുമ്പം അത്യാവശ്യം സാച്ചുറേഷൻ കൂടിയ ഇമേജസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ നോർമലി നമ്മൾ നടക്കുമ്പം സ്റ്റെബിലൈസേഷൻ ഒന്നും വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്ന സമയത്തും ഭയങ്കരം ആ ഒരു ഷേക്കിനെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫ്രെയിം റേറ്റ് ഫ്രെയിം സ്കിപ്പാവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടുന്ന് തന്നെ സൂം ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നമുക്ക് 10x വരെ സൂം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇത് റിയൽമി നാർസോ 75G എന്ന സ്മാർട്ട് ഫോണിൽ എടുക്കുന്ന ഒരു സെൽഫി വീഡിയോ ആണ്. അപ്പം സെൽഫി വീഡിയോയുടെ കാര്യത്തിൽ വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ട്സ് കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം ബാക്കിൽ സൺലൈറ്റ് ഉണ്ട്. ഇപ്പം സൺലൈറ്റ് ഉള്ള കണ്ടീഷൻസിലും വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നല്ല ഹാർഷായിട്ടുള്ള സൺലൈറ്റ് ഉണ്ട്. അപ്പം അത് വലിയ കുഴപ്പമില്ലാതെ മാനേജ് ചെയ്യുന്നു എന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ സെൽഫി ക്യാമറയുടെ കാര്യത്തിലും കളേഴ്സ് അത്യാവശ്യം പോപ്പായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. റെഡൊക്കെ കുറച്ചധികം റെഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഫാസ്റ്റായിട്ട് നടക്കുമ്പം
ചെറിയൊരു ഷെയ്ക്കിനെസ് ഉണ്ട് എന്നേ ഉള്ളൂ. ഭയങ്കര വലിയ ഷെയ്ക്കാണ് എന്ന് പറയാൻ പറ്റില്ല. വലിയ കുഴപ്പമില്ലാത്തൊരു സ്റ്റെബിലൈസേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇപ്പം വോയിസിൻ്റെ സപ്പോർട്ടൊന്നും ഇതിലില്ല. അപ്പം ഇതാണ് സെൽഫി വീഡിയോയുടെ ഒരു റിസൾട്ട്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം ഓഡിയോ ക്വാളിറ്റി എനിക്ക് കേട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയൊക്കെ കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് എനിക്ക് വെർത്തായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ, ഈവൻ 15,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിലും വെർത്താണ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗെയിമിങ്ങിലൊന്നും വലിയ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. അത്യാവശ്യം നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ലഭിക്കുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ബാറ്ററി സെറ്റപ്പും നല്ലതാണ്. പിന്നെ ക്യാമറ ഞാൻ അധികം യൂസ് ചെയ്യുന്നൊരു ഫീച്ചർ അല്ല, എന്നാലും വലിയ തിരക്കില്ലാത്തൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫോണായിട്ടാണ് ഈ ഒരു ഫോൺ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഒരു ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ 13,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.